ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ്. വെഡ്ഡിങ് ഷോപ്പിംഗ് തന്നെയാണ്. അപ്പം നമ്മൾ വെഡ്ഡിങ്ങിനുള്ള 3 ഔട്ട്ഫിറ്റ് എടുത്ത്, ഒന്ന് ഹൽദി, ഒന്ന് മെഹന്തി, പിന്നെന്തായിരുന്നു സംഗീത് നൈറ്റ്, അങ്ങനെ 3 ഔട്ട്ഫിറ്റ് നമ്മളെടുത്ത്. ഇനി എനിക്ക് എടുക്കാനുള്ളത് റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോണത്. ഞാൻ ആരതിപ്പൊടിയുടെ അവിടേക്കാട്ടോ പോകണം. പൊടീസ് ബൊട്ടീക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആരതി ചേച്ചി ഡിസൈൻ ചെയ്യുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇതുവരെ ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ചേച്ചി ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഗൗണ് എന്തായാലും ചേച്ചിയുടെ അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട്. സംഗീത് നൈറ്റിന് എല്ലാവരും ഗൗണാണ് ഇടേണ്ടത്. നമ്മൾ ബുക്ക് ചെയ്ത ക്യാബ് വന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ പോണത് ആയിരത്തി ചേച്ചിയുടെ അടുക്കാണ്. ഞാൻ ഓൾറെഡി UK ഉള്ളപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വരും എന്നൊക്കെ ഉള്ളത്. ചേച്ചി നേരെ പോകുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ ഇറങ്ങുവാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗണാണ്. പക്ഷെ വേറെ ഒന്നും മനസ്സില്ല, എന്ത് കളറ് വേണം, എന്ത് മോഡൽ വേണം, ഒന്നും മനസ്സിലില്ല. കാരണം അതൊക്കെ എനിക്ക് ആരും ചേച്ചി സെറ്റാക്കി തരുമെന്നറിയാം. ഇതാണ് സ്ഥലം. നമ്മളിത് എത്തി, പൊടീസ് ബൊട്ടീക്കിലെത്തി. ഞാൻ ഉള്ളിൽ കയറുവാണ്. ഉള്ളിൽ കയറി ഉടനെ തന്നെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയേക്കാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ എത്തിയത്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ചേച്ചിനെ കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാമത്തെ ഞാൻ മേടിച്ചതിലും എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങളെത്തി. ഇപ്പം ഞങ്ങൾ ഇതായി നോക്കുവാണ്. ഈ മെഷർമെന്റ്സ് എടുക്കണം. ഫസ്റ്റ് ഒന്ന് എൻ്റെ മെഷർമെന്റ്സ് എടുക്കണം. ഇവിടെ ആദ്യമായിട്ട് ഞാൻ വന്നോണ്ട് എൻ്റെ മെഷർമെന്റ്സ് ഒന്നുമില്ല. പിന്നെ എനിക്കിവിടെ മൊത്തം ചുറ്റിക്കറങ്ങി ഒന്ന് കാണണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. വന്ന ഉടനെ ജസ്റ്റ് ഞാനൊന്ന് ആ അടിഭാഗം മൊത്തമൊന്ന് ഞാൻ റൗണ്ട് അടിച്ച് കണ്ട് എന്തൊക്കെയാണ്. കാരണം വന്ന എക്സൈറ്റ്മെൻറ്റിൽ ആദ്യമായിട്ടാണല്ലോ ഇവിടെ ഞാൻ വരുന്നത്. അപ്പോൾ എന്താണ് ഡ്രസ്സ് എന്നൊക്കെ നോക്കിയപ്പോൾ ആഴ്ചയിച്ചിട്ട് നമ്മൾ ആഴ്ചയുടെ പ്രൊഫൈലിൽ ആഴ്ചയിച്ചിട്ട ഡ്രസ്സിൻ്റെ എല്ലാ മോഡൽസും ഞാനിവിടെ ലൈവായിട്ട് ഞാൻ കണ്ട് എല്ലാം ഉണ്ട്. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഫോട്ടോസിലും വീഡിയോസിലും കാണുന്നേക്കാളും ഭംഗിയുള്ള കളേഴ്സും ഡിസൈനും ഒരു രക്ഷയില്ലാത്ത കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ട് ഈ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മളൊരു ഫൺ ചാറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഇതിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു. എനിക്കിതിൻ്റെ ബിരിയാണിയുടെ പേര് മറന്നുപോയി. റോബിൻ ചേട്ടൻ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തമിഴ്നാട് ബിരിയാണി ഇല്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ബിരിയാണി, കൊക്കക്കോള ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒരു വീഡിയോ ചെയ്താ, ചുമ്മാ ചുമ്മാ ഒരു വീഡിയോ ചെയ്താ. പിന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നേരിട്ട് വരുമ്പോ കാണാം. അവസാനം നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഗൗണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൗണാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള മോഡലിലൊന്നുമല്ല ഗൗൺ ചെയ്യുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ്. എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി കുറച്ച് ഡിസൈൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്ന്. കളർ ഞാൻ കാണിച്ചു തരാം. കളർ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്ന്. ആരതി ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിന് ചേച്ചിയിട്ട സെയിം കളർ, ഞാൻ ആ ഡ്രസ്സല്ല സെയിം കളറാണ് നമ്മൾ ഗൗണായിട്ട് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മൾ ഗൗണായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സ്ലീവ് ഗൗണാണ് ആക്കുന്നത്. ബാക്കി എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കും കൂടുതൽ അറിയില്ല. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് കാണാം. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, അടിപൊളിയായിരിക്കും എന്നുള്ളത്. കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ഓരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കായിരുന്നു. എത്ര ഹീലിടും, എത്ര വലിയ ഹീലിടും, എങ്ങനെയാണ് ഞാൻ നെക്ക് വേണ്ടത്, അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി മെഷർ ചെയ്യായിരുന്നു. ഓക്കെ, ഈ കളറാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കളർ ദേ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഡ്രസ്സ്. അല്ല, അതിന്റെ കൈ കാലൊക്കെ മുറിച്ചെടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് വേണ്ട. നമുക്കിത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, ഈ ഇത്ര വലിയ ത്രെഡിന്റെ അല്ല, ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. നല്ല ഭംഗിയാണ്. ആ ക്രിസ്റ്റൽസും കാര്യങ്ങളൊക്കെ തിളങ്ങും. എൻഗേജ്മെന്റിന് ഫ്രണ്ട് മാത്രം, ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരുന്നല്ലേ, അടിപൊളി. ഇത് നല്ല ഭംഗിയുള്ള കളർ, ഏത് ഡ്രസ്സിനിടാം. ഒരു പ്ലെയിൻ ഒരു സാധനം ഇട്ടിട്ട് ഇത് മാത്രം മുകളിലിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ ഞാൻ വന്നപ്പോണ്ടല്ലോ ആര്യേച്ചി ഇട്ട
എന്നുവെച്ചാൽ ഓരോന്നും ഇൻസ്റ്റയിൽ കണ്ട എല്ലാം എനിക്ക് ഇവിടെ കറക്റ്റ് എനിക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ആ സൈഡിലത്തെ മിക്ക ഡ്രസ്സുകളും ചേച്ചി ഓരോ പരിപാടിക്ക് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊന്നും ഇട്ട് നോക്കിയില്ല, എല്ലാം വെറുതെ ആ ഭംഗി കാരണം ഞാൻ ഒന്ന് ജസ്റ്റ് മേല് വെറുതെ വെച്ച് നോക്കിയുള്ളൂ. കാരണം നമുക്ക് എടുക്കാൻ വന്നത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ എന്താണ് വേണ്ടത് നമുക്ക് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കുഞ്ഞൊരു പൊടീസ് ബൊട്ടീക്കിൻ്റെ ഒരു ടൂർ ചെയ്യാം, നമുക്ക് റൂം ടൂർ ചെയ്യാം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ, ഭയങ്കര എസ്തെറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും അതല്ലേ സംഭവം സെറ്റ് ചെയ്തു. ഇത് നല്ല രസമുണ്ട്. ഞാൻ മിററിലൊക്കെ ഇടും ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും ജസ്റ്റ് നിൽക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു ഡിസ്കഷൻ റൂം അങ്ങനത്തെ രീതിയിലായിരുന്നു സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഫുഡ് കഴിച്ച് ഫുള്ള് ഡ്രസ് ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇനി നമ്മൾ എന്തിനാ ഇവിടെ ഒരു കബോർഡ് പണിയും അവിടെ ഒരു കബോർഡ് പണിയും എന്നിട്ട് സ്റ്റോക്ക് ഇറക്കും മെറ്റീരിയൽസ്. അപ്പൊ അതിൽ കയറ്റി വെക്കും. ഇത് നല്ല രസമുണ്ടല്ലേ. ഇവിടുത്തെ എല്ലാത്തിനെയും കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എസ്തെറ്റിക് സാധനങ്ങളെല്ലാം. ലൈറ്റ് ഇതിൽ കാണുന്ന കൂടുതൽ രസം. നോക്ക് ലൈറ്റ്. എല്ലാരും പോയി. ഇവിടെയാണ് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഫുൾ. നല്ല കഷ്ടപ്പാടല്ലേ ഹാൻഡ് വർക്ക് ഇങ്ങനെ ഇരുന്നിരുന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് വയലറ്റിൽ തന്നെ പല പല ഷെയ്ഡ്സ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ലോക്കൽ ഡയമണ്ട്സ് രാത്രി ആവുമ്പോ നല്ല രസാ. ഇവിടെ അല്ല കൊച്ചിയുടെ കണ്ണായ ഭാഗത്താണ് ഇത് ഇരിക്കുന്നത്. നേരം ഇല്ല, ഇത് ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതെനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം. കാണുമ്പോ ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടുന്നുണ്ട് എനിക്ക്. ബൈ. അല്ല നമ്മൾ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ഇതാണ് പറമ്പ്. നമ്മൾ ഈ സംഭവം നമ്മൾ വെച്ചത് കാരണം കൊണ്ട് കാറൊക്കെ സുഖമായിട്ട് ഇവിടെ കാറ് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അപ്പൊ എത്ര തിരക്ക് വന്നാലും കുഴപ്പമില്ല. ഇവിടേക്കൊക്കെ നല്ല സ്ഥലം ഉണ്ടല്ലേ. നല്ല സ്ഥലമുണ്ട്. ചെയ്തിട്ട് വരാട്ടോ. ടാറ്റാ. ഇതല്ലേ പപ്പൊക്കോ. നമ്മളിവിടുത്തെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആരതി ചേച്ചി വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്കും കൂടി പോയിട്ട് വേണം. വെറുതെ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് നേരെ തൃശ്ശൂർക്ക് നമ്മളെ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. കുറേ നേരം സംസാരിച്ചു. കുറേ നേരം റോബിൻ ചേട്ടനും ആര് ചേച്ചിനൊക്കെ ആയിട്ട് ചിരിച്ചിരിച്ച് വയ്യാതായിട്ട് എന്തൊക്കെയോ കുറേ സംസാരിച്ച വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല ദിവസം. ഞാൻ സമയം പോയത് അറിഞ്ഞേ ഇല്ല. അങ്ങനെ ഇപ്പൊ ഒന്ന് ചേച്ചിയുടെ അവിടേക്ക് പോയി. അവിടെ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുഡിങ്ങൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ചേച്ചിയുടെ വീടെത്തി. ഇതൊരു നമ്മുടെ ഹൗസിങ് കോളനിയൊക്കെ പോലെ വില്ലാസൊക്കെ ഉള്ള പോലെ ഒരു നല്ലൊരു ഹൗസിങ് കോളനി ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ സെക്യൂരിറ്റി നമുക്ക് ഗേറ്റ് തുറന്നു. നമ്മൾ നേരെ പോയി ആരതി ചേച്ചിയുടെ വീടെത്തി. ഞാൻ വീടിൻ്റെ വ്ളോഗൊക്കെ ഉള്ളിലത്തൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മളവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാനല്ലല്ലോ പോയേക്കുന്നത്. ഇയാളെ അറിയുന്നുണ്ടായിരിക്കും ആരാന്നൊക്കെ ഉള്ളത്. അങ്ങനെ വീട്ടിൽ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. നമ്മളിതേ തിരിച്ച് വീട്ടിൽ പോവാണ്. അവിടെ കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ച് ഉണ്ണിവാവനൊക്കെ കണ്ട് പിന്നെ ലൂക്കനെ കണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോണ്. അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മള് വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നൊന്നും ശരിയില്ലല്ലോ. നമ്മളവിടെ സംസാരിക്കാനും ഇതിനല്ലേ പോയത്. അങ്ങനെ കഴിഞ്ഞ് അവിടെ ആരതി ചേച്ചിയുടെ അവിടെ വരുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UK എന്ന് വരുമ്പോഴേ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഗൗൺ എടുക്കാനൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോബിൻ ചേട്ടനെ കണ്ടത്. റോബിൻ ചേട്ടൻ അവിടെ സംസാരിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കോൺവെർസേഷൻ ചിറ്റാറ്റ് പോലെ ആയിരുന്നു. എന്തായാലും നല്ലൊരു
നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. അവരെ കൂടെ നല്ലപോലെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് വിശേഷങ്ങളും നല്ലപോലെ ഒരു ദിവസം അങ്ങനെ പോയി. ചേച്ചിയുടെ അച്ഛനെ അമ്മനൊക്കെ കണ്ടു. പിന്നെ എൻ്റെ മാമിനെ കണ്ടു, മാമിൻ്റെ മോളെ കണ്ടു, എല്ലാവരും കണ്ടു. സന്തോഷമായി. ഇത് തിരിച്ച് വീട്ടിൽ പോകും. ഇനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടക്കണം. ഇത്രയേ ഉള്ളൂ. അയ്യോ, ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ എനിക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗൗണ് മനസ്സിൽ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഇതിൽ തന്നെ ആയി. ഒക്കെ സെറ്റ്. ഐ ആം ഡെഡ്. എനിക്ക് ഒട്ടും പാടില്ല. കാരണം ഒട്ടും പാടില്ലാത്തത് എനിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ UK കാല് കുത്തിയപ്പോൾ തൊട്ടിട്ട് ഞാൻ റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നാളെ ഇനി രാവിലെ എനിക്ക് ഇറങ്ങണം. നാളെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ആറ്റിങ്ങിൽ പോവും. അംജുക്കാരുടെ അടുക്ക് പോവും എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പോവും. ഇനി ഒരു ദിവസം കൂടി 2 ദിവസം കൂടി ഓട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഉമ്മ.